ഇവിടെ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാനുള്ള ശക്തി കിട്ടിയേക്കാണ്. ഇപ്പൊ ഇവന് പുഴയുടെ മുകളിലൂടെ നടക്കാനായിട്ട് പറ്റും. നേരെ ടൗണിലേക്കാണ് ഇപ്പൊ അവൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടന്നു പോകുന്നുണ്ട്. ഇവൻ പെട്ടെന്ന് തന്നെ ഒരു കാറ്റുണ്ടാക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് മൊത്തം പൊങ്ങിപ്പോകുന്നു. അടുത്തതായിട്ട് ഇവൻ നേരെ ചെല്ലുന്നത് ഈ ടൗണിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു തുണിക്കടയുടെ ഫ്രണ്ടിലേക്കാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു കിടിലൻ ഡ്രസ്സ് കണ്ടപ്പോൾ അവൻ അപ്പോൾ തന്നെ കണ്ണുമടച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ അവൻ ആ ഒരു ഡ്രസ്സ് കിട്ടുന്നു. അതൊക്കെ ഇട്ട് നല്ല ചുള്ളനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പണ്ട് അവനെ ബുള്ളി ചെയ്ത കുറച്ച് അവന്മാരെ അവൻ കാണുന്നത്. ഇവൻ ഈ പവർ കിട്ടിയ കാര്യമൊന്നും ഇവന്മാർക്ക് അറിയില്ലല്ലോ. ഇവരാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവന്റെ വായും തുറന്നിട്ട് വായിൽ നിന്ന് തേനീച്ചകളെ പുറത്തേക്ക് വിടുകയാണ്. ഈ തേനീച്ചകളാണെന്നുണ്ടെങ്കിൽ ഈ പയ്യന്മാരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അവന്മാർ ഒരുവിധം അവിടെ ഓടി രക്ഷപ്പെട്ടു. ഇവൻ എന്നിട്ട് ഇവന്റെ കാമുകിയുടെ വീട്ടിലേക്ക് പോയിട്ട് സർപ്രൈസ് കൊടുക്കുകയാണ്. അതായത് ആകാശത്തുള്ള കാർമേഘങ്ങൾ മൊത്തം അവൻ മായ്ച്ചു കളയുന്നു. എന്നിട്ട് ചന്ദ്രനെയാണെന്നുണ്ടെങ്കിൽ അവനൊരു കയറ് സാങ്കല്പികമായിട്ട് ഇങ്ങനെ വലിച്ച് ഈ ഒരു ചന്ദ്രനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടുത്തേക്കാകുന്നു, അതായത് വലുതാക്കുന്നു. എന്നിട്ട് കുറച്ച് സ്റ്റാർസ് ഒക്കെ അവൻ ചുമ്മാ ഡോട്ട് പോലെ വരയ്ക്കുന്നു. അതിനുശേഷം അവളെ വിളിച്ചിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കും. അവളാണെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്.